ഇവർ വിവാഹിതരായാൽ സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഭൂമിയുടെ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കി അജയ് പറയുന്നുണ്ട്, ഇനി നീ വീട്ടിലേക്കാണോ പോകുന്നത്? ഇല്ല, ഞാൻ പോകുന്നത് നേരെ സ്റ്റേഷനിലോട്ടാ. എനിക്കറിയാം, ഞാൻ ഇവിടെ നിന്നിറങ്ങിയാൽ എൻ്റെ ബേക്കിൽ നിന്ന് ആളുണ്ടെന്ന്. എന്നെ കൊല്ലാൻ വേണ്ടി തന്നെയാണെന്ന് എനിക്കറിയാം, എൻ്റെ അച്ഛനെ കൊന്നതുപോലെ. പക്ഷേ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ ഒരേ ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാൻ അന്വേഷിച്ച് നടക്കുന്ന കുറ്റവാളി സാറിൻ്റെ കുടുംബത്തിലുള്ള ഒരാൾ തന്നെയായെന്ന്. അത് പറഞ്ഞിട്ട് ഒരിക്കലും വിശ്വസിക്കാനാവാതെ വീണ്ടും അജയ് ദേഷ്യപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞതാ, അവർ ആരായിരുന്നാലും ശരി തന്നെയാ, എൻ്റെ കുടുംബത്തിൽ അങ്ങനെ നിൻ്റെ അടുത്ത് വൈരാഗ്യമുള്ളവർ ആരുമില്ല എന്ന്. പക്ഷേ ഞാൻ കണ്ടതാ. പക്ഷേ ആ സത്യങ്ങൾ തുറന്നു പറയാൻ ദിവസങ്ങൾ ഇനിയുമുണ്ട് എന്നൊക്കെ പറയുന്നു. ആദ്യം എൻ്റെ ഉദ്ദേശം അമ്മയെ അവിടെ നിന്ന് ഇറക്കുക, അത് മാത്രമാണ് എനിക്ക് ഉദ്ദേശമുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് സത്യനാഥ് അവിടെ വരികയും അങ്ങനെ ഭൂമി അവിടെ നിന്ന് ഇറങ്ങുകയും ചെയ്യുന്നത് കണ്ടിട്ട് പറയുക, മുത്തശ്ശി മോളെ തിരക്കിയായിരുന്നു, ഞാൻ അവിടെ വന്ന ശേഷം പോകുകയാണെങ്കിൽ ഒറ്റയ്ക്കാണെങ്കിൽ വീട്ടിലോട്ട് പോകാൻ പറഞ്ഞിരുന്നു. ഇല്ല, ഞാൻ ഇന്ന് അങ്ങോട്ട് പോകുന്നില്ല എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. അങ്ങനെ ഭൂമിയാണെങ്കിൽ ചോദിക്കുക സത്യനാഥിൻ്റെ അടുത്ത്, ഞാൻ ഇനി ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. ആ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എന്തായാലും എൻ്റെ അച്ഛൻ്റെ കുറ്റവാളികളെ ഞാൻ കണ്ടെത്തും, അതുതന്നെയാണ് എൻ്റെ ആദ്യത്തെ ഉദ്ദേശവും. ആ സമയത്ത് അജയ് പറയുക, എന്തായാലും പോലീസിൻ്റെ പണി ഏറ്റെടുക്കുകയൊന്നും ചെയ്യേണ്ട, അതുതന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമി ഇറങ്ങുന്നുണ്ട്. എന്നാൽ കമാലാണെങ്കിൽ ബേക്കിൽ നിന്ന് തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ ഓരോ നീക്കങ്ങളും മനസ്സിലാക്കുകയും തൻ്റെ കയ്യിലുള്ള ആ കത്ത് എങ്ങനെയും കൈക്കലാക്കുക എന്നൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ കത്ത് മാറ്റിയ കാര്യം കമാലിന് അറിയില്ലായിരുന്നു. അങ്ങനെ നേരെ പോകുന്നത് പള്ളിയിലേക്കാണ്. അവിടെ വെച്ച് കണ്ട് അവിടുത്തെ സിസ്റ്റൻ്റ് സംസാരിക്കുന്നുണ്ട്, തൻ്റെ അനുഭവങ്ങളും എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് പറയുക, നിനക്ക് വിദ്യാഭ്യാസമുണ്ട്, നീ പഠിക്കാൻ ആഗ്രഹിച്ച കാര്യം അത് നീ സാധിച്ചെടുക്കണം, ഇനി അതിലൂടെ നിനക്കൊരു വിജയമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിക്കാൻ ഇനിയും സമയമുണ്ട്, പക്ഷേ എൻ്റെ അച്ഛനെ കൊന്നയാളെ എനിക്ക് കണ്ടെത്തിയേ പറ്റുള്ളൂ, അതിനെന്നെ സഹായിക്കുകയും ചെയ്യണം നിങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് വേറെ ആരുമില്ല എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് പോകുന്ന സമയത്ത് വീണ്ടും മുത്തശ്ശി വിളിക്കുന്നുണ്ട്. മുത്തശ്ശിയെടുത്ത് പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ അവിടെ നിന്നിറങ്ങി, പക്ഷേ ഞാൻ അങ്ങോട്ടേക്ക് ഇപ്പോൾ വരുന്നില്ല, എനിക്ക് കുറച്ച് തിരക്കുണ്ട് എന്നൊക്കെ പറയുക. എന്തായാലും എൻ്റെ മോനെ തക്ക സമയത്ത് കണ്ട് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് നന്ദിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് സാരമില്ല, ആരായിരുന്നാലും ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നുള്ളൂ എന്നൊക്കെ ഭൂമി പറയുന്നുണ്ട്. അങ്ങനെ സൗഭാഗ്യ മുത്തശ്ശി ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് എന്തോ ഒരു സംശയം തോന്നുന്നുണ്ട് ഭവാനിക്ക്. അങ്ങനെ ഭവാനി ശ്രദ്ധിക്കുന്നുണ്ട്, അത് ഭൂമിയാണെന്ന് മനസ്സിലാകുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, എന്തായാലും ഏത് വിധേനയും എനിക്ക് അവളാണെങ്കിൽ ഒരു ശത്രുവായിട്ട് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു, ഇനി എന്നെ വക വരുത്തുക, അതുമാത്രമായിരിക്കും അവൾക്ക് ഉദ്ദേശം. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, എൻ്റെ കാര്യം ഈ വീട്ടിൽ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താണ്, എല്ലാവരും കൂടി എന്നെ ചവിട്ടി പുറത്താക്കും, അതുറപ്പാന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ അഞ്ജനയെടുത്ത് ഈ കാര്യം പറയുന്നുണ്ട്, നിനക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം, ഇതെല്ലാം സത്യത്തിൻ്റെ കാര്യമാണ്. ഇത് നമ്മുടെ ഭൂമിയുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, ഇവിടെ വരുന്നതും പോകുന്നതുമെല്ലാം. പക്ഷേ വേറൊരു സത്യമുണ്ട്, ഇവിടെയാണെങ്കിൽ വളരേണ്ടത് കുഞ്ഞായിരുന്നു ആ ഭൂമി, പക്ഷേ ഞാനൊരു കയ്യബദ്ധം വന്ന് കാണിച്ചു, അതുകൊണ്ട് ആ ഒരു അച്യുതൻ്റെ കയ്യിൽ ഏർപ്പെട്ടതും. എന്നാൽ എൻ്റെ മകള് ഇന്ന് അജയുടെ ഭാര്യയാകില്ലായിരുന്നു, ഞാൻ ആഗ്രഹിച്ചത് അത് മാത്രമായിരുന്നു. പക്ഷേ ഈ സ്വത്തിൻ്റെ അവകാശി നിന്നിലേക്ക് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ അതെല്ലാം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ആ അച്യുതൻ ഈ നാട്ടിലേക്ക് വന്നു. അതുമാത്രമല്ല, ഞാൻ അന്ന് കൊടുത്ത ആ കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു, അതാ ഭൂമി. ഇതെല്ലാം അറിയുമ്പോഴത്തേക്കും ഇനി അവളെല്ലാം സത്യങ്ങളും അറിഞ്ഞു കാണും എന്നെനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ ഇനി ഇവിടെ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല, നമുക്കിവിടെ നിന്ന് പോകണം, അജയും നമ്മുടെ ശത്രുവായി കഴിഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അജയ് സ്നേഹിക്കുന്ന ആ കുട്ടിയെ വിചാരിച്ച് നിന്നെ എന്തുമാത്രം തള്ളിപ്പറഞ്ഞോ, അത് എനിക്ക് അത്രയ്ക്ക് വേദനയായിരുന്നു. അതെല്ലാം ഞാൻ കണ്ടിട്ട് ഈ വീട്ടിലെ വീണ്ടും നിന്നത്, വീണ്ടും നിന്നെ അവൻ സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിച്ച, പക്ഷേ എന്നെയും തള്ളിപ്പറഞ്ഞ സ്ഥിതിക്ക് ഇനി ഈ വീട്ടിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥവുമില്ല നമുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ടത് അഞ്ജന പറയുക, ഇത്രയും പെട്ടെന്ന് ഇവിടെ വിട്ട് പോകാൻ അമ്മയ്ക്ക് കഴിയുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്.
പക്ഷേ സാഹചര്യം ഇപ്പം മോശമാണ്, അതുകൊണ്ട് നമുക്കിവിടുന്ന് മാറിയേ പറ്റുള്ളൂ. കമാലിനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്താണെന്ന് ഒന്നും അറിയില്ല. ആ ഭൂമിയെ കണ്ടെത്തി കൊല്ലുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ എനിക്ക് ഇനിയുള്ളൂ. പക്ഷേ അവൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇതിന് ഒരു മറുപടിയായിട്ട് എനിക്ക് തിരിച്ചെത്തിയിട്ടില്ല എന്നും പറയുന്നുണ്ട്. എന്തായാലും അജയ് നാളെ ഇനി ഇങ്ങോട്ടേക്ക് വരും. ആ സമയത്ത് നമുക്കിവിടെ നിന്ന് പോകണം. ആ സമയത്ത് എല്ലാവരും വിചാരിച്ചോളും അജയ് നമ്മുടെ അടുത്ത് ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് ഇവിടെ നിന്ന് പോയി കാണണം എന്ന് വിചാരിച്ചോളും. അത് മാത്രമതി, അജയ്യെ എല്ലാവരും കുറ്റപ്പെടുത്തുകയും ചെയ്യും. അത് മുത്തശ്ശി ഉണ്ടല്ലോ കുറ്റപ്പെടുത്താൻ എന്നൊക്കെ പറയുന്നുണ്ട്. അത് ശരിയാ അമ്മ പറയുന്നത്, പക്ഷേ ഈ സമയത്ത് എവിടെയാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്കത് അറിയില്ല, ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനും ഒരു വഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും നമുക്ക് ഇവിടുന്ന് ഇറങ്ങിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് തീരുമാനിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശി അഞ്ജനയുടെ അടുത്ത് വരുന്നുണ്ട്. ഇവിടെ എന്താ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇല്ല, ഒന്നുമില്ല, അജയുടെ കാര്യം പറയുകയായിരുന്നു. അവന് കുഴപ്പമൊന്നുമില്ല, നാളെ ഇങ്ങോട്ട് വന്നോളും. ഇപ്പോൾ സത്യനാഥ് അങ്ങോട്ട് പോയിട്ടുണ്ട്, അവിടെ നിന്ന് ഭൂമി ഇറങ്ങിയിട്ടുമുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ തന്നെയാണ് ഭവാനി ചിന്തിക്കുന്നുണ്ട്, അതിനു മുമ്പേ തന്നെ നമുക്കിവിടെ നിന്ന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നിങ്ങളെ അവിടെ കഴിക്കാൻ കണ്ടില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് അന്വേഷിച്ച് വന്നത്. അല്ലെങ്കിൽ നിങ്ങളാണല്ലോ ഫസ്റ്റ് വരുന്നത്, ഞങ്ങളെയൊക്കെ വിളിക്കുന്നത്. ഇന്ന് എന്തു പറ്റി താഴേക്ക് കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അത് അങ്ങോട്ട് വരാൻ വേണ്ടി ഇരുന്നത് തന്നെയാണ്. എന്താ അഞ്ജനയ്ക്ക് സുഖമില്ലേ എന്നൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. ഇല്ല, കുഴപ്പമൊന്നുമില്ല, അമ്മയായിട്ട് സംസാരിച്ചിരുന്നു പോയി, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. വിഷമിക്കണ്ട, ഞാനുണ്ടല്ലേ, കല്യാണക്കാര്യമെല്ലാം നമുക്ക് തീരുമാനിക്കാം. ഇനിയും ദിവസങ്ങളുണ്ടല്ലോ, അവൻ വന്നോട്ടെ, അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം അത് മാറ്റി തന്നെ ചെയ്യും, അത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും മോൾ ഇതിൽ പറഞ്ഞ് വിഷമിക്കുന്നു വേണ്ട. അവനാണെങ്കിൽ ബുദ്ധിമോശമായിട്ട് എന്തെങ്കിലും നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ ക്ഷമിക്കണം. ഒരു മോനെന്ന രീതിയിൽ ഭവാനി ക്ഷമിക്കില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഭവാനിയുടെ അടുത്ത് മുത്തശ്ശി. ഇത് കേട്ട ഉടനെ മിണ്ടാതെ നിൽക്കുന്നുണ്ട്, എന്ത് പറയണമെന്ന് അറിയാതെ. അതുകൊണ്ട് തന്നെ അഞ്ജന പറയുന്നുണ്ട്, മുത്തശ്ശിക്കും അല്ലെങ്കിൽ ഞങ്ങളുടെ അടുത്തല്ലല്ലോ ഇഷ്ടം, ഇപ്പോൾ വന്നു കയറിയ ആ ഭൂമിയല്ലേ. ആ സമയത്ത് മുത്തശ്ശി പറയുന്നു, ഭൂമിയെക്കുറിച്ച് കൂടുതൽ അനാവശ്യങ്ങളൊന്നും അമ്മയും മോളും പറയരുത്. ഇതാ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം. ആ കുട്ടി ഇവിടെ വന്നെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എന്താ കുഴപ്പം? നിങ്ങളാരും ദ്രോഹിക്കുന്നില്ലല്ലോ. അവളിവിടെ വന്നു, എന്നെ കാണുന്നു, പോകുന്നു. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല കുട്ടിയാണ് അവളാണെങ്കിൽ നമ്മളെ ഈ വീട്ടിലെ കുട്ടിയായിരുന്നെങ്കിൽ എങ്ങനെയാ അതുപോലെയാണ് ഞാൻ അവളുടെ അടുത്ത് പെരുമാറുന്നത്. അത്രയ്ക്കും ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രം, അത് നീ മനസ്സിലാക്കണം. അല്ലാതെ നിൻ്റെ ഭാഗത്തു നിന്ന് ഒരു തെറ്റും ഞാൻ കണ്ടെത്തിയ കാര്യം അറിയാമല്ലോ. നീ അന്ന് മദ്യപിച്ചിരുന്നത് അത് തെറ്റ് തന്നെയെന്ന് ഞാൻ പറയും, പക്ഷേ ശരിയേത് തെറ്റെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. നീ അതുകൊണ്ട് ഇതിനെക്കുറിച്ച് എൻ്റെ അടുത്ത് പറയണ്ട. പിന്നെ ഇനി ഒന്നും ഞാൻ പറയുന്നില്ല, രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ വാ എന്നൊക്കെ സൗഭാഗ്യ മുത്തശ്ശി വിളിച്ചിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് അഞ്ജനയുടെ അടുത്ത് പറയുക ഭവാനി, കണ്ടോ ഇപ്പോഴും ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നത് അവളെ തന്നെയാണ്. നീയാണെങ്കിൽ ഏതോ വീട്ടിൽ നിന്ന് എന്നതാ അവരുടെ ഒരു പെരുമാറ്റം. ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ തന്നെയാണ് എന്നൊക്കെ ഭവാനി അഞ്ജനയുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കേട്ടതും ഒന്നും മിണ്ടാതിരിക്കുക, ഒന്നും കൂടുതലൊന്നും പറയണ്ട. അമ്മ കാരണോ ഇതെല്ലാം ഇങ്ങനെ കുഴപ്പങ്ങൾക്ക് ഉണ്ടാവാൻ കാരണം. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോകാനാ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് രണ്ടുപേരും. ആ സമയത്ത് കമാൽ ഫോൺ വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അവളെ കണ്ടായിരുന്നു, പക്ഷേ പെട്ടെന്ന് പോയായിരുന്നു. ആ തിരക്കുള്ളതുകൊണ്ട് ആൾക്കാരുള്ളതുകൊണ്ട് അവളെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാലും എനിക്ക് അറിയാം വീട്ടിലേക്കാണ് പോയെന്ന്. എന്തായാലും വീട്ടിലോട്ടേക്ക് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് വീട്ടിലോട്ട് പോയിട്ട് കത്തൊക്കെ മാറ്റുന്നുണ്ട്. ആ സമയത്ത് തന്നെയാണ് ഭൂമി മാറ്റിയിരിക്കുന്നത്. അത് പക്ഷെ അറിയില്ല. കമാലും ആ വീടിനകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം പുറത്തു നിന്ന് ഭൂമി കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും മനസ്സിലായി ഇതാരൊക്കെയാണ് ഉണ്ടായിരുന്നത്, എന്തിനാ ഇതൊക്കെ ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമേ ഇനി ഉണ്ടാവാൻ പാടുള്ളൂ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട് ഭൂമി. അങ്ങനെ ഈ കാര്യങ്ങൾ പറയാൻ വേണ്ടി പോവുകയാണ് ഭവാനി അംബികയുടെ അടുത്ത്. അങ്ങനെ അംബികയെ കാണുകയും അംബിക കരഞ്ഞുകൊണ്ട് നിൽക്കുന്നതാണ് കാണുന്നത്. മോളെ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. അച്യുതൻ
ചേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഏൽപ്പിച്ച ഒരു കാര്യം, പക്ഷേ അത് നിൻ്റെ അടുത്ത് പറയണം, എനിക്ക് അതിന് സമയമായിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും പറഞ്ഞില്ല എങ്കിൽ എനിക്കതൊരു വലിയൊരു കുറ്റബോധമായിരിക്കും. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു രഹസ്യം ഇവിടെ നിന്ന് പൂർണ്ണമായി മാറും. അത് പാടില്ല, നീ അറിയണം എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. ഈ പറഞ്ഞ് കൈ പിടിച്ച് കരഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് പോലീസ് പറയുക, മതി, സമയം കഴിഞ്ഞിരിക്കുന്നു ഇന്നത്തേക്ക് എന്ന് പറഞ്ഞ് അംബിക അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നോക്കി നോക്കി പോകുന്നുണ്ട് ഭൂമിയെ അംബിക. ഇത് കണ്ടിട്ട് നിറ കണ്ണുകളോടെ നിൽക്കുന്ന ഭൂമിയെ കാണുന്നുണ്ട്. അങ്ങനെ ഭൂമിയെയും പറയുന്നുണ്ട്, വേണ്ട, പോവണ്ട അമ്മയെ, ഞാൻ എങ്ങനെയെങ്കിലും ഞാൻ പുറത്തിറക്കിയിരിക്കും, ഞാനാണെങ്കിൽ ഇത് അമ്മയ്ക്ക് തരുന്ന വാക്കാ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട് ഭൂമി. അങ്ങനെ അവിടെ നിന്ന സമയത്ത് വീണ്ടും ചോദിക്കുന്നുണ്ട് ഭൂമി, ഇനിയെങ്കിലും ആ സത്യം 2 ദിവസം വന്നപ്പോൾ അമ്മ പറഞ്ഞു, പക്ഷേ അത് ഇനിയെങ്കിലും പറയണം, പറഞ്ഞാലേ എനിക്കത് എന്തെങ്കിലും ഒരു രീതിയിൽ എൻ്റെ ഒരു അന്വേഷണം പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് പറയാം മോളെ, സമയമായി എന്ന് പറഞ്ഞിട്ട് പോകുക അംബിക. അങ്ങനെ ഓരോ നിമിഷവും ചിന്തിച്ച് നടക്കുക അച്യുതൻ്റെ ഓർമ്മകളിലൂടെ. അച്ഛനെ ഓരോ താലോലിക്കുന്നതും അതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് കളിക്കുന്നതും അതുപോലെ അച്ഛനോട് പോകുന്നതുമായുള്ള കാര്യങ്ങൾ, അവസാന നിമിഷങ്ങളും എല്ലാം ആലോചിച്ചിരിക്കുന്നുണ്ട്. അജിയുടെ പെങ്ങള് പോകുന്നുണ്ട് അഞ്ജനയുടെ റൂമിലോട്ട്. പോകുന്ന സമയത്ത് അവിടെ അഞ്ജന അല്ലെങ്കിൽ അവിടെ ഇരിക്കുമായിരുന്നു, ഇപ്പോൾ കാണുന്നില്ല അവിടെയൊന്നും. അതുപോലെ തന്നെ ഭവാനി ആൻറ്റിയും കാണുന്നില്ലല്ലോ എന്നൊക്കെ വന്ന് പറയുന്നുണ്ട്. ഭവാനി എവിടെ പോയതായിരിക്കും എന്ന് മുത്തശ്ശിയുടെ അടുത്ത് പറഞ്ഞു കേട്ട്, എന്താ അവർ രണ്ടുപേരും കാണുന്നില്ലേ, എന്തായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. സത്യനാഥ് ആ സമയത്ത് പറയുക, എവിടെയായിരിക്കും പോയത്, എന്നാലും പറയാതെ പോയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. അത് എവിടെയായിരിക്കുമെന്ന് എനിക്കറിയില്ലല്ലോ, എൻ്റെ അടുത്ത് പറഞ്ഞതുമില്ലല്ലോ എന്ന് അജയുടെ പെങ്ങൾ പറയുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശി അജയ് വരുന്ന കണ്ടിട്ട് അജയുടെ അടുത്ത് പറയുക, നീ കാരണമാ ഇതെല്ലാ കുഴപ്പങ്ങളും ഉണ്ടായത്, അവർ കണ്ടില്ലേ ഇവിടുന്ന് പോയത്, നീയാണെങ്കിൽ അവിടുത്തെ പെരുമാറിയത് ഒട്ടും തന്നെ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇന്നലെ ആയപ്പോഴത്തേക്കും റൂമിലോട്ട് പോയി ഞാൻ അവരെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചിട്ട് പോലും അവർ വന്നില്ലായിരുന്നു. പിന്നെ എപ്പോഴും വന്ന് കഴിച്ചു കാണും, പക്ഷേ ഇതൊന്നും ചെയ്യണ്ടല്ലായിരുന്നു. നീ വയസ്സിന് മൂത്തതെങ്കിലും നീ ഒന്ന് ആലോചിക്കണമായിരുന്നു, നിൻ്റെ ആരാണെന്ന് നിനക്കറിയാമല്ലോ എന്നൊക്കെ പറഞ്ഞ് അജയ് എടുത്ത് ദേഷ്യപ്പെടുന്നുണ്ട്. അജയ് ആണെങ്കിൽ ആ നിമിഷം മിണ്ടാതെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എവിടെയെങ്കിലും കാണും, ഞാൻ അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അജയ് പോകുന്നുണ്ട്. വീടിൻ്റെ മൊത്തം എല്ലാ റൂമിലും നോക്കുന്നുണ്ട് എവിടെയെങ്കിലും നിൽക്കുന്നോന്ന്, പക്ഷെ ഒരിടം കണ്ടില്ല എന്ന് വന്ന് പറയുന്നുണ്ട്. ഇതെന്തോ പിണങ്ങി പോയി തന്നെയാ, എനിക്ക് ഉറപ്പ് തന്നെയാ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഒരു ലെറ്റർ കണ്ടെത്തി. അത് സത്യനാഥ് എടുക്കുകയാണ്. പറയുക, ഞങ്ങൾ എവിടെ നിന്നെങ്കിലും വന്നവരല്ലേ, നിങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ച് ഒരു ചിന്തയുമില്ല, അതുമല്ല എന്ത് പറയണമെന്ന് ഒന്നും നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളാണെങ്കിൽ ഇവിടെ നിന്ന് പോകാൻ തീരുമാനിച്ചത് എന്ന് പറഞ്ഞ് ഭവാനി എഴുതി വച്ചിരിക്കുന്ന ഒരു കത്തും കിട്ടി. അങ്ങനെ സത്യനാഥ് അത് വായിക്കുകയും അത് കേട്ടിട്ട് മുത്തശ്ശി ഭയങ്കര വിഷമത്തിൽ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അജയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഇനി വരുമല്ലോ, നമുക്ക് കണ്ടെത്താം, ഇനി ഇതിനെക്കുറിച്ച് പറയണ്ട എന്തൊക്കെ പറയുന്നുണ്ട്. എന്നാലും ഇത്രയും നാൾ അവർ ഇവിടെ ഉണ്ടായിരുന്നു രണ്ടുപേരും, ഈ ഒരു ചെറിയ കാര്യത്തിന് ഇവിടെ നിന്ന് പോയില്ലേ, അത് നീ കാരണമെന്നേ ഞാൻ പറയാനുള്ളൂ. നീയാണെങ്കിൽ കല്യാണം കഴിക്കണമെന്ന് ഒരു കുട്ടിയായിരുന്നു ഇവള്, പക്ഷേ നിൻ്റെ മനസ്സിലുള്ളത് നീ അപ്പോഴും എൻ്റെ അടുത്ത് തുറന്ന് പറഞ്ഞില്ല. ആ സമയത്ത് നിനക്ക് ചിന്തിച്ചുകൂടെ, ഇനിയാണെങ്കിൽ ഞങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു, അത് നീ ചെയ്തില്ല. നിൻ്റെ ഭാഗത്ത് തന്നെയാണ് മുഴുവൻ തെറ്റും. എങ്ങനെയായിരുന്നാലും എനിക്ക് വൈകുന്നേരത്തേക്ക് മുമ്പായിട്ട് ആ രണ്ടുപേരും ഈ വീട്ടിലുണ്ടായിരിക്കണം, അത് നീ മനസ്സിലാക്കിക്കോ. നിൻ്റെ പോലീസ് മുറിയിലായിരുന്നാലും ഏത് രീതിയിലായിരുന്നാലും നിൻ്റെ കുടുംബത്തിലെ ഒരാളുടെ നഷ്ടപ്പെട്ടതായിരുന്നാലും ശരി തന്നെ ആ രീതിയിൽ അന്വേഷണം നീ നടത്തണം എന്നൊക്കെ പറയുന്നുണ്ട് മുത്തശ്ശി. ഉറപ്പായിട്ടും മുത്തശ്ശി, ഞാൻ അവരെ കണ്ടുപിടിച്ചിട്ടേ തിരിച്ചു വരുള്ളൂ, ഞാൻ അവൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട്. എന്നിട്ട് പോകുന്ന വഴിക്ക് സത്യനാഥിൻ്റെ അടുത്ത് പറയുക, അവർ ചെയ്ത തെറ്റ് എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, എൻ്റെ അടുത്ത് ആ രീതിയിലാണ് കാണിച്ചത്. പക്ഷേ മുത്തശ്ശിയുടെ അടുത്ത് ഞാൻ പറഞ്ഞത് മുത്തശ്ശി വിഷമിച്ചിരിക്കാനുണ്ട് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഒന്നും പറയാത്തത്. പക്ഷേ ഇനിയാണെങ്കിൽ എനിക്കാണെങ്കിൽ എൻ്റെ ഒരു വഴി ഞാൻ വിചാരിച്ചിട്ടുണ്ട്, അതുപോലെ ഞാൻ നടക്കുകയുള്ളൂ. പക്ഷേ ഞാൻ ഒരിക്കലും അഞ്ജനെ കല്യാണം കഴിക്കില്ല, അത് അറിയണം എന്നൊക്കെ പറയുന്നുണ്ട് സത്യനാഥിൻ്റെ അടുത്ത് അജയ്. അങ്ങനെ അജയ് ആണെങ്കിൽ പോകുന്നുണ്ട് അവരെ തിരക്കി.
ആ സമയത്ത് ഭൂമി ഫോൺ ചെയ്യുന്നുണ്ട് അജയ്യെ. അജയ് വിളിച്ച് പറയുക, എനിക്കാണെങ്കിൽ പേടിയാവുന്നു, എൻ്റെ ബാക്കിൽ ഞാൻ പറഞ്ഞില്ലായിരുന്നു, എന്നെ വകവരുത്താൻ നോക്കുന്നുണ്ട്, എനിക്ക് അതുകൊണ്ട് എന്നെ വന്ന് രക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുക. ആ സമയത്ത് അജയ് എവിടെയാണ് നിൽക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഓടിപ്പോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന വഴിക്ക് സ്കൂട്ടിയിൽ തടഞ്ഞു നിർത്തി 2-3 ആൾക്കാർ നിൽക്കുന്ന കാണുന്നുണ്ട് അജയ്. അങ്ങനെ അജയ് പോകുന്നത് കണ്ട് അവർ ഓടുന്നുണ്ട്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവരെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വന്ന് അജയ് വന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് കണ്ട് കമാൽ മാറി നിൽക്കുകയായിരുന്നു. ഉടനെ തന്നെ വിളിച്ചു പറയുന്നുണ്ട്, ഇത് ഭവാനിയുടെ അടുത്ത് ഇങ്ങനെയാണ് സംഭവം, അജയ് എത്തിയിട്ടുണ്ട്, അജയ് കണ്ടതുകൊണ്ടാണ് നമുക്ക് അവളെ ഒന്നും ചെയ്യാൻ പറ്റാത്തത്, അതുകൊണ്ട് അവളെ കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ വന്നായിരുന്നോ, പക്ഷേ ഞങ്ങൾ ആ വീട്ടിലില്ല, നീയാണെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടാക്കുന്നുണ്ട്. അങ്ങനെ അജയ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഭൂമിയെ രക്ഷിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നു.